അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പരിശുദ്ധമായ ഇസ്ലാം ഖിയാമത്ത് നാൾ വരെ കൃത്യമായി നിലനിൽക്കേണ്ട ദീനാണ്. കാരണം മനുഷ്യരാശിയുടെ പരലോക വിജയത്തിന് അത് അനിവാര്യമാണ്. ദീന് കൊണ്ടല്ലാതെ ആഖിറം രക്ഷപ്പെടുകയില്ല. അതാണ് പരിശുദ്ധ ഖുർആനിൽ ആലു ഇമ്രാൻ എന്ന സൂറത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ചു തരുന്നത്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം വമഖ്തലഫല്ലദീന ഊത്തുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു ബഗ്യൻ ബൈനഹും വമൻ യക്ഫുർ ബിആയാത്തില്ലാഹി ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. ഏതെങ്കിലും ഒരു പ്രദേശത്ത്, ഒരു തലമുറയിൽ, വിഭാഗത്തിൽ ദീനെത്താതെ പോയാൽ അവർക്ക് ആഖിറം നഷ്ടപ്പെട്ടു പോകും. കാരണം അല്ലാഹുവിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കാൻ കഴിയാതെ പോകുന്നത് പരിഹരിക്കാൻ കഴിയാത്ത വീഴ്ചയാണ്. അതാണ് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല നമ്മോട് പഠിപ്പിക്കുന്നു, ഒമല്ലം യുഅ്മിൻ ബില്ലാഹി വറസൂലി ഫഇന്ന അഅ്തദ്നാ ലിൽ കാഫിരീന സഈറ. അതുകൊണ്ട് തന്നെ ദീനെത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത ദീനിൻ്റെ അഹ്ലുകാരായ നമുക്കാണ്. ഇത് ഫർളിൻ്റെ ലിസ്റ്റിലാണ് അല്ലാഹു തആല ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചിലപ്പോൾ ഫർള് ഐനും ചിലപ്പോൾ ഫർള് കിഫായയും ആകും. ഒരു കാര്യം പറയാനും പഠിപ്പിക്കാനും ഒരു നാട്ടിൽ ഒരാൾ മാത്രമാകുമ്പോൾ അദ്ദേഹത്തിന് അത് ഫർള് ഐനാണ്. കാരണം അയാളത് ചെയ്തില്ല എങ്കിൽ ആരും അത് അറിയാതെ പോകും. ദീനിൻ്റെ ഒരു കാര്യം ആ നാട്ടിൽ തകർന്നടിയുകയും ചെയ്യും. തൻ്റെ ആശ്രിതരെ ബോധ്യപ്പെടുത്തേണ്ട അനിവാര്യ കാര്യഘട്ടങ്ങളിൽ അത് നിർവഹിക്കലും ഫർള് ഐനാണ്. ഇவ்விധം ഫർള് ഐനാകുന്ന സന്ദർഭങ്ങളിൽ അത് ചെയ്യാതിരിക്കൽ കടുത്ത കുറ്റമാണ്, ഹിസാബ് ചെയ്യപ്പെടുന്നതാണ്. ഇതല്ലാത്ത ഘട്ടങ്ങളിൽ ദീൻ നിലനിൽക്കാനും പ്രചരിക്കാനും ആവശ്യമായത് ചെയ്യൽ ഫർള് കിഫായത്താണ്. പരിശുദ്ധമായ സൂറത്ത് ആലിമ്രാനിൽ തന്നെ അല്ലാഹു തആല നമ്മോട് പഠിപ്പിക്കുന്നു, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നിങ്ങളുടെ കൂട്ടത്തു നിന്ന് ഒരു വിഭാഗം നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു വിഭാഗം എന്നും ഉണ്ടായിരിക്കും. അവർ നന്മ കൊണ്ട് കൽപ്പിക്കുകയും ചീത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. അവരാണ് വിജയികൾ. ഒരു വിശ്വാസി രക്ഷപ്പെടാൻ അനിവാര്യമായ അടിസ്ഥാന സംഗതികളിലാണ് ദീനീ പ്രബോധനത്തെ അല്ലാഹു തആല ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. സൂറത്തുൽ അസ്റിൽ അല്ലാഹു തആല നാശത്തിൽ അകപ്പെടാതെ രക്ഷപ്രാപിക്കുവാൻ ആവശ്യമായ 3 കാര്യങ്ങളെ ആണയിട്ടുകൊണ്ട് അല്ലാഹു തആല വ്യക്തമാക്കുന്നുണ്ട്. ഒന്നാമതായി ഇല്ലല്ലദീന ആമനു അഥവാ വിശ്വാസമാണ്, ഈമാനാണ്. പിന്നെയോ വഅമിലുസ്സാലിഹാത്ത് ഇബാദത്താണ്. മൂന്നാമതായിട്ട് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ അവർ അന്യോന്യമുള്ള പരസ്പരമുള്ള ഉപദേശമാണ്. വതവാസൗ ബിൽ ഹഖ് അവർ പരസ്പരം വിശ്വാസം കൊണ്ട് ഈമാന് കൊണ്ട് അവർ വസിയ്യത്ത് ചെയ്യുന്നവരാണ്, അവർ പരസ്പരം ഉപദേശിക്കുന്നവരാണ്. വതവാസൗ ബിസ്സബ്ർ അവർ ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവരാണ്. അഥവാ ഒരു ഖൈറായ കാര്യം ചെയ്യാനുള്ള ക്ഷമയും അതേപോലെ തന്നെ തെറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള ക്ഷമ, ഇവയൊക്കെ ഉണ്ടാവാൻ പരസ്പരം ഉപദേശിക്കുന്നവരാണ്. ഇങ്ങനെ 3 കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഇത് ചെയ്യാതിരുന്നാൽ ആഖിറത്തിൽ മാത്രമല്ല ദുനിയാവിലും നാശത്തിന് ഇടവരും. മഹാനായ ഹുദൈഫത്ത് ബിൻ യമാനി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലദീ നഫ്സി ബിയദിഹി ലതഅ്മുറുന ബിൽ മഅറൂഫ് വലതൻഹൗന അനിൽ മുൻകർ എന്ന് പറയുന്ന ആ ഹദീസിൽ അവിടുന്ന് പഠിപ്പിക്കുന്നത് കാണാം. എന്നാൽ ഇവിടെ മനസ്സിലാക്കാനുള്ളത്, ഒരു മനുഷ്യന് നിർബന്ധമായ ദഅവത്തിൻ്റെ 1-ാം പടി മക്കളിലും കുടുംബത്തിലുമാണ് പൂർത്തിയാക്കേണ്ടത്. സ്വന്തം മക്കളെയും കുടുംബത്തെയും ദീനീബോധമില്ലാതെ വളർത്തിയാൽ ദുനിയാവിലും ആഖിറത്തിലും അതിൻ്റെ അനന്തരഫലം അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് തീർച്ചയാണ്. പരിശുദ്ധമായ സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വഖാലു റബ്ബന ഇന്ന അത്വഅന സാദത്തന വകുബറാഅന ഫളല്ലൂന സബീല റബ്ബന ആതിഹിം ലഅഫൈന മിനൽ അദാബി വൽഅൻഹും ലഅനൻ കബീറ. ഇവിടെ നേരെ പറിച്ച് മക്കളെ ദീന് നൽകി വളർത്തിയാൽ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് സന്തോഷിക്കാം. അതാണ് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പിതാവ് ചെറുപ്പത്തിൽ മരിച്ച എന്നെ ഉമ്മയാണ് വളർത്തിയത്. സുബഹിക്ക് മുമ്പേ ഉമ്മ വിളിച്ചുണർത്തും, വുളൂ ചെയ്യാൻ ചുടുവെള്ളം തരും, ബാങ്ക് വിളിച്ചാൽ എന്നെ പള്ളിയിൽ കൊണ്ടുവിടും, നിസ്കാരം കഴിയുവോളം കാത്തു നിന്ന് കൂട്ടിവരും. ഇത് പതിവായിരുന്നു. മഹാനായ സുൽത്താൻ
സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു ഖുദ്സ് മോചകനാണ്. അവരുടെ ആ വിജയത്തിൻ്റെ പിന്നിലും അവരുടെ ഉമ്മയാണ് വർത്തിച്ചത് എന്ന് അവിടുത്തെ ചരിത്രം നോക്കിയാൽ കാണാം. മൗലാന മുഹമ്മദ് അലി ജൗഹർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നായകനാണ്. അദ്ദേഹം ഉപരിപഠനത്തിന് ഓക്സ്ഫോർഡിലേക്ക് പോകുമ്പോൾ തൻ്റെ തൊപ്പിയും താടിയും നിലനിർത്തണമെന്ന് ഉമ്മ ഉപദേശിക്കുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാം. ഇത് ജീവിതാവസാനം വരെ അദ്ദേഹം നിലനിർത്തിയിട്ടുണ്ട്. ഇവരെയൊക്കെ വിവിധം വളർത്തിയത് അവരുടെ ഉമ്മമാരായിരുന്നു. ഇതര സമുദായങ്ങളിൽ നിന്ന് ഭിന്നമായി മുസ്ലിം സമുദായത്തിൽ കാരണവന്മാരെ തല്ലലും കൊല്ലലും വൃദ്ധസദനങ്ങളും ഇല്ലാതെ വന്നത് എന്നല്ല, ഒരളവോളം മറ്റു സമുദായത്തിലേക്ക് തട്ടിച്ചോക്കുമ്പോൾ കുറഞ്ഞു വന്നത് കഴിഞ്ഞ തലമുറ ദീൻ നൽകിയതുകൊണ്ടായിരുന്നു. എന്നാൽ പുതുതലമുറയിൽ നമ്മൾ തല്ലലും കൊല്ലലും അധികരിച്ചതായി കണ്ടുവരുന്നുണ്ട്. അത് നമ്മുടെ ദീന് നൽകുന്ന വിഷയത്തിലുള്ള ശോഷണം കൊണ്ട് തന്നെയാണ്. അത് നാം തുടർന്നില്ലെങ്കിൽ അടുത്ത തലമുറ അഥവാ പഴയ പാരമ്പര്യം നമ്മൾ തുടർന്നില്ല എങ്കിൽ അടുത്ത തലമുറ കൈവിട്ടു പോകുമെന്നുള്ളത് തീർച്ചയാണ്. അത് മുഖേന നമ്മൾ തന്നെയായിരിക്കും അപകടത്തിൽപ്പെടുക. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഹദീസിലൂടെ നമുക്ക് ഈ വിഷയങ്ങളൊക്കെ കാണാവുന്നതാണ്. ലൗ അന്ന ഖറഖ്നാ ഫീ നസീബിനാ ഖറഖൻ വലം നുഅ്ദി മിൻ ഫൗഖിനാ ഫഇയത്രുകൂഹും വമാ അറാദു ഹലകു ജമീഅ വഇൻ അഖദു അലാ ഐദിഹിം നജൗ വനജൗ ജമീഅ. ഈ ബോധവൽക്കരണത്തിൻ്റെ പ്രായോഗിക സംവിധാനമാണ് നമ്മുടെ മദ്രസ സംവിധാനങ്ങൾ. അത് നമുക്ക് ഉപയോഗപ്പെടുത്തണം. കുട്ടികളെ ചേർക്കണം, പഠിക്കുന്നവരെ തുടർന്നും അയക്കണം, അതിൽ നമ്മൾ ശ്രദ്ധ വെക്കണം. ഇത് പരലോക നന്മയുടെ വഴിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കൾ സ്വാലിഹീങ്ങളാക്കി അല്ലാഹു പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.